ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളെ, നിങ്ങളേവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് പ്രകാശം. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു പെരുന്നാളുണ്ട്, കൂടാര പെരുന്നാൾ. ആഗസ്റ്റ് 6 നമ്മൾ അത് ആഘോഷിക്കുന്നു. അന്ന് വിശുദ്ധ കുർബാനയിൽ എവൻഗലിയോൻ മേശയിൽ വായിക്കുന്നതായ വേദഭാഗം ലൂക്കോസ് എവൻഗലിയോസായുടെ സുവിശേഷം 9 അധ്യായം 27 മുതൽ 36 വരെയുള്ള വേദഭാഗം ആണ്. പ്രകാശത്തെ കുറിച്ചാണ് ഇന്ന് നാം പറയുന്നത്. രക്ഷിക്കുന്ന പ്രകാശങ്ങൾക്കും നശിപ്പിക്കുന്ന പ്രകാശങ്ങൾക്കും ചരിത്രം സാക്ഷികളാണ്. ഓഗസ്റ്റ് 6 പുരാതന ക്രിസ്തീയ പാരമ്പര്യത്തിൽ ഒരു രക്ഷാകരമായ വെളിച്ച പ്രസരണത്തിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുകയാണല്ലോ. യേശു താബോർ മലയിൽ സൂര്യകാന്തിയിൽ അധികമായി പ്രകാശിക്കുകയും യേശുവിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വാങ്ങിപ്പോയ മോശയും ഏലിയാവും പ്രകാശത്തിൽ അവിടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്ത സംഭവം അടിസ്ഥാനമാക്കി ആഘോഷിക്കപ്പെടുന്ന ഒരു സുപ്രധാന പെരുന്നാൾ ആണ് ആഗസ്റ്റ് 6 നടക്കുന്ന മറുരൂപ പെരുന്നാൾ. ആഗസ്റ്റ് 6 ആധുനിക കാലത്ത് ചരിത്രം കണ്ട ഏറ്റവും വിനാശകരമായ ഒരു പ്രകാശത്തിൻ്റെ ഓർമ്മയുടെ കൂടെ ആണല്ലോ എന്ന് നാം മറക്കരുത്. 1,00,000-ലധികം പേരുടെ മരണത്തിനും അനേകായിരങ്ങളുടെ ദുരിതത്തിനും ഇടയാക്കിയ 1945 ഹിരോഷിമ ന്യൂക്ലിയർ ബോംബ് സ്ഫോടനത്തിൻ്റെ ഓർമ്മ ദിവസം കൂടി ആണ് അന്ന്. സംഹാര പ്രകാശവീഴ്ചകൾ തുടരുകയാണ്. റഷ്യ ഉക്രൈൻ റഷ്യയിലും, ഇസ്രായേൽ ഗാസയിലും, ഇറാൻ ഇസ്രായേലിലും ഒക്കെ വിതറുന്ന അതിവിനാശകരമായ ബോംബുകളും മിസൈലുകളും രൂപപ്പെടുത്തുന്ന സംഹാരാഗ്നിയിൽ ആയിരങ്ങൾ വെന്തുതീരുന്നു. ശത്രുപക്ഷത്തിന് വരുത്തുന്ന നാശത്തിൻ്റെ സ്ഫോടന പ്രകാശങ്ങളുടെ നേട്ടങ്ങളുടെ വീഡിയോകൾ പുറത്തുവിട്ട് ആഘോഷമാക്കുവാൻ ഓരോ രാജ്യങ്ങളും ചാനലുകളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ കത്തിച്ച് ചാമ്പലാക്കാൻ കഴിവുള്ള ന്യൂക്ലിയർ യുദ്ധത്തിൻ്റെ വിളംബത്ത് എത്തി നിൽക്കുന്ന സമയവും ആണ് എന്ന് നമ്മൾ ആരും മറക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും. കരിമരുന്ന് പ്രയോഗം ആകാശത്ത് വിസ്മയ കാഴ്ചകൾ ഒരുക്കുന്നത് ഏവരും ആസ്വദിക്കുന്നതാണ്. ഇതുപോലെ ബോംബുകളുടെയും മിസൈലുകളുടെയും പ്രഹരപ്രകാശങ്ങളും ചാനലുകൾ ആഘോഷമായി അവതരിപ്പിക്കുകയും ലോകമത് കണ്ട് ആസ്വദിക്കുകയും ചെയ്യുമ്പോഴും ഇവയിലൂടെ ദുരിതത്തിൻ്റെ ആഴത്തിലേക്ക് അമരുന്ന ലക്ഷങ്ങളുടെ കണ്ണുനീര് കാണാതെ പോകുന്നത് അതിക്രൂരമാണ്, മനുഷ്യത്വത്തിൻ്റെ മരവിപ്പാണ് എന്ന് നാം മറക്കരുത്. മനുഷ്യത്വത്തെ ഉദ്ദീപിപ്പിച്ച് ലോകത്തിന് പ്രത്യാശ പകരുന്ന സത്യപ്രകാശമായ ക്രിസ്തുവിലേക്ക് ശ്രദ്ധ ആകർഷിക്കുകയാണ് മാറാനായ പെരുന്നാളുകളും എല്ലാ വിശുദ്ധ കുർബാനയും. ദൈവത്വത്തിൻ്റെ നിഗൂഢമർമ്മം വെളിപ്പെടുത്തി ക്രിസ്തു തൻ്റെ മഹത്വത്തിന് തേജോ കാന്തിയിൽ രൂപപ്പെടുത്ത താബോറിൻ്റെ അനുഭവത്തിന് സാക്ഷികളായ ശിഷ്യർ സ്വർഗീയ പിതാവിൻ്റെ ശബ്ദം കേട്ടതായും സാക്ഷിക്കുന്നു. പ്രിയപുത്രനായ ക്രിസ്തുവിനെ അനുസരിക്കുവാനുള്ള സ്വർഗീയ ശബ്ദമായിരുന്നു അത്. ആ ദിവ്യമായ ജ്ഞാനം വിദ്വേഷത്തിൻ്റെയും വർഗീയതയുടെയും യുദ്ധങ്ങളുടെയും ദുരിതത്തിൽ നിന്ന് ലോകത്തെ മോചിപ്പിക്കുന്ന വെളിച്ചമാണ്. ഹിരോഷിമയിൽ ന്യൂക്ലിയർ ബോംബ് ഇടാൻ പച്ചക്കൊടി കാട്ടിയ അമേരിക്കൻ പ്രസിഡന്റിന്റെ പേര് ട്രൂമാൻ എന്നായിരുന്നു. ഹിരോഷിമ സ്ഫോടനത്തെ തുടർന്ന് അമേരിക്കയിൽ തന്നെ അതിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോൾ അമേരിക്കൻ ജേർണലിസ്റ്റും സാമൂഹ്യ പ്രവർത്തകനും ആയ ഡൊറോത്തി ഡേ പ്രതികരിച്ചത്, നമ്മൾ അനുസരിക്കേണ്ടത് ട്രൂമാനെ അല്ല, എന്നാൽ ട്രൂ മാൻ ആൻഡ് ട്രൂ ഗോഡ് ആയ ക്രിസ്തുവിനെ ആണെന്നായിരുന്നു. സർവ്വവിധമായ ആക്രമണങ്ങളും വ്യാപിപ്പിക്കുന്ന ഇരുളിനെ അതിജീവിച്ച് സ്നേഹവും നീതിയും സമാധാനവും പുലർത്തുന്ന ഒരു ലോകക്രമത്തിലേക്ക് നയിക്കുന്ന ആ സത്യപ്രകാശത്തിലേക്ക് ആത്മാർത്ഥമായ ശ്രദ്ധ വച്ചാൽ നമ്മുടെ ഭാവി ശോഭനമാകും എന്നതിന് 2 അഭിപ്രായം ഉണ്ടാകുകയില്ല. ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുവാൻ പറ്റുന്ന ലോകം മാത്രമേ സത്യത്തിലുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന ഭൗതിക മതം ശക്തിപ്പെടുമ്പോൾ മറുരൂപത്തിൻ്റെ പ്രകാശം അങ്ങനെയുള്ള സങ്കുചിത വീക്ഷണങ്ങൾക്ക് അപ്പുറത്തേക്ക് വെളിച്ചം വീശുകയാണ്. അദൃശ്യനായ പിതാവിൻ്റെ ശബ്ദം വാങ്ങിപ്പോയ
മോശയുടെയും ഏലിയാവിൻ്റെയും പ്രകാശ സാന്നിധ്യവും മേഘത്തിൻ്റെ വെളിച്ചവും അദൃഷ്ടമായ പ്രകാശം പ്രസരിപ്പിച്ച ക്രിസ്തുവും എല്ലാം ചേർന്ന് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യ സമൂഹത്തിൻ്റെ പ്രതിനിധികളായ പത്രോസും യാക്കോബും യോഹന്നാനും സാധാരണ നാം അനുഭവിക്കുന്ന ലോകത്തിന് ഉപരിയായ ആത്മീയ തലങ്ങളെക്കുറിച്ച് ദർശനം ലഭിക്കുകയായിരുന്നു. കാണപ്പെടാത്ത ലോകം കാണുന്ന ലോകത്തിലേക്ക് കടന്നു വന്ന് കൂട്ടിമുട്ടുന്നത് വെളിവാക്കിയ ആ അതുല്യ മുഹൂർത്തത്തെക്കുറിച്ച് പത്രോസ്ലിഹ എഴുതുന്നത് ആമുഖം കുറിച്ചത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ എന്ന് എടുത്തു പറയുന്നു. 1 പത്രോസ് 1:16 നമുക്ക് ഇത് കാണുവാൻ സാധിക്കും. മോശ കണ്ട മുൾപ്പടർപ്പിലെ അഗ്നിയും മരുഭൂമിയിലെ ദൈവജനത്തെ നയിച്ച അഗ്നിത്തൂണും പെന്തക്കോസ്തിയിൽ ആദിമക്രിസ്തീയ സമൂഹത്തിന്മേൽ ഇറങ്ങിയ അഗ്നിനാവും ഒന്നും നശിപ്പിക്കുന്നതല്ല, മറിച്ച് വെളിപ്പെടുത്തുന്നതും വഴി നയിക്കുന്നതും രൂപാന്തരപ്പെടുന്നതും ആണ്. താബോറിലെ മറുരൂപപ്രകാശവും അതിൻ്റെ കൂടുതൽ ശക്തമായ അനുഭവം തന്നെയാണ്. ആക്രമണങ്ങളുടെ സ്ഫോടന പ്രകാശങ്ങളുടെ ഇരുളിലും ഉള്ളിലെ വിദ്വേഷ ചിന്തകളുടെ ഇരുട്ടിലും ആ സത്യവെളിച്ചത്തിലേക്ക് നോക്കി പ്രകാശിതരാകാം, മനുഷ്യത്വം വീണ്ടെടുക്കുവാൻ പ്രത്യാശയിൽ നിറയാം എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് ആരാധനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാന അനുഭവിക്കുകയും ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും ദൈവത്തിൽ ശരണപ്പെട്ട് ജീവിക്കുകയും ചെയ്യുകയാണ് എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.